നിഫ്റ്റി പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, ഈ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ വോളിയം അവൈലബിൾ ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെല്ലാം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. ഫ്യൂച്ചർ ചാർട്ടും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടും ഈ രണ്ടും ഒരുപോലെ വരുന്നത് മന്ത്ലി എക്സ്പയറിയുടെ സമയത്താണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 18 ജനുവരി നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,750 ഇനി നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 18 ക്ലോസിംഗ് വന്നത് 25,699 അതായത് ഒരു 50 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്നലെ തന്ന ലെവൽസ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 25,294. അപ്പോൾ രാവിലെ തുടങ്ങിയ ഫോളായിരുന്നു. അത് ചെന്ന് നിന്നത് 25,975 അപ്പം അവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മേലോട്ട് വരികയായിരുന്നു. തിരിച്ച് 25,346 വന്ന് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവസാനം 25,224 താഴെ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 25,190 അവിടെയാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ലെവൽസ് എല്ലാം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവേഴ്സൽസും അതുപോലെ ബ്രേക്കൗട്ട് റേറ്റ്സൊക്കെ നമുക്കിന്ന് എടുക്കാൻ പറ്റിയായിരുന്നു. നമുക്കിനി ഇന്നത്തെ വോളിയം പ്രൊഫൈൽ അനാലിസിലോട്ട് വരാം. അപ്പം ഇന്നത്തെ വോളിയം പ്രൊഫൈൽ ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വോളിയം പ്രൊഫൈൽ അനാലിസിലോട്ട് വരാം. അപ്പോൾ ഇന്ന് ഫോം ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ പി ഷേപ്ഡ് ആണ്. അതായത് മേജർ അക്യുമുലേഷൻ സംഭവിച്ചിരിക്കുന്നത് ടോപ്പ് പാർട്ട് ഓഫ് ദ പ്രൊഫൈലിലാണ്. ഇത് ഒരു അപ് ട്രെൻഡിൻ്റെ സമയത്ത് വരുന്ന ഒരു പ്രൊഫൈലാണ്. ഇപ്പം ഇന്ന് ഒരു വി ഷേപ്ഡ് റിക്കവറിയാണല്ലോ സംഭവിച്ചത്. അപ്പം അത് കാരണം മാർക്കറ്റ് താഴെ സസ്റ്റെയിൻ ചെയ്യാണ്ട് മേളിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത കാരണമാണ് നമുക്ക് ഈ പ്രൊഫൈൽ കിട്ടിയത്. നോർമൽ സിനാരിയോ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് സൈനാണ്. അതായത് ഒരു അപ് ട്രെൻഡിൻ്റെ സമയത്ത് വരുന്ന പ്രൊഫൈലാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഗ്ലോബൽ ന്യൂസിനെയും അതുപോലെ ജിയോ പൊളിറ്റിക്സിനെയൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ തുമ്മി കഴിഞ്ഞാൽ ജലദോഷം വരുന്നത് ഇന്ത്യക്കാണ്. അപ്പം നമുക്ക് അത് ഈ ടെക്നിക്കൽ അനാലിസിസ് മാത്രം വെച്ചുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കണ്ടിടത്തോളം ഇന്നത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. പക്ഷേ നാളെ എന്ത് സംഭവിക്കുന്നത് ഇപ്പം ട്രംപ് വായ തുറന്നാലേ പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ട്രംപിൻ്റെ ഒരു സ്പീച്ച് പോകുന്നുണ്ട്. ഇനിയിപ്പം അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ കീ ഏരിയാസ് എന്ന് പറയുന്നത് ഒരുപാട് ടേപ്പറിങ് എഡ്ജസ് വരുന്നുണ്ട്. അപ്പം ഈ ടേപ്പറിങ് എഡ്ജസ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നാളത്തെ സെറ്റപ്പിൽ. അപ്പം നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ VPOC തന്നെയാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു മൈനർ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഈ VPOC ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാം. കാര്യം മാർക്കറ്റ് ഇപ്പോഴും സെൽ ഓൺ റൈസ് മോഡിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു ഷോർട്ട് ട്രേഡിലായിരിക്കും. കാര്യം അവിടെ ഒരു കാര്യമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് ഉള്ള കാരണം. ഇനി ഒരു മേജർ ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് എപ്പോഴെങ്കിലും ഒരു റൈസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാനുള്ള ഒരു പോയിൻ്റാണ് ഈ ടേപ്പറിങ് എഡ്ജസ്. അവിടെ ഒരു ഡ്യുവൽ ടേപ്പറിങ് എഡ്ജസ് കാണാം. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കൊരു ഷോർട്ട് നോക്കാം. ഇനി എങ്ങാനും നമുക്ക് VPOC വരെ എത്തിയില്ലെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ വെച്ചൊരു ഷോർട്ടിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ VPOCയുടെ മേളിൽ SL വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് പ്രീ മാർക്കറ്റ് അനാലിസിസ് നോക്കുമ്പോൾ കാണുന്ന ട്രേഡ്സ്. ഇനി നമുക്ക് കീ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്യാം. ഈ കീ ലെവൽസ് എല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കീ ഏരിയാസ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ പ്രൈസ് ആക്ഷൻ കൂടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പം കാണുന്ന കീ ലെവൽസ്. ഇനി ഇതിൻ്റെ ഫുൾ ചാർട്ട് ഞാൻ എന്നത്തെയും പോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റും ഗാമ എക്സ്പോഷറും അനാലിസിലോട്ട് വരാം. അപ്പോൾ ആദ്യം ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. നമുക്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സ്പോട്ടിൽ 25,157. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തുള്ള ഒരു കോൾ വാൾ എന്ന് പറയുന്നത് 25,200 അവിടെ പുതുതായിട്ട് 4.4 മില്യൺ കോൾ റേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ടോട്ടൽ ഓയ വരുന്നത് ഓൾമോസ്റ്റ് 6 മില്യൺ. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 25,300 അവിടെ ടോട്ടൽ OA വരുന്നത് 6 മില്യൺ. പിന്നെ പുതുതായിട്ട് 2.7 കോൾ റേറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. റെസിസ്റ്റൻസിനൊന്നും അത്ര കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണ്ട. അതിനുള്ള കാരണം ഞാൻ ഗാമ എക്സ്പോഷർ അനലൈസ് ചെയ്യുമ്പോൾ പറയാം. ഇനി നമ്മൾ സപ്പോർട്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണുന്ന ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,000 തന്നെയാണ്. 25,000 ഇന്ന് മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം അത് 200 EMA ലെവലിൽ വരുന്ന കാരണം ഒരുപാട് ഓർഡേഴ്സ് ആ സമയത്ത് പഞ്ച് ചെയ്ത് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തു. ഇനി നാളെ എന്ത് സംഭവിക്കുന്നത് അറിഞ്ഞൂടാ. അവിടെ നമുക്ക് OA നോക്കുമ്പം കാണുന്നത് ടോട്ടൽ 9 മില്യൺ OA ഉണ്ട്. പക്ഷേ പുതുതായിട്ട് പുട്ട് റേറ്റിംഗ് ഒന്നും ആഡ് ആയിട്ടില്ല. ഈ മാർക്കറ്റ് തുറക്കുമ്പോൾ അറിയാം അവിടെ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന്. അതിനുശേഷം ഉള്ളൊരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,900 അവിടെ പുതുതായിട്ട് 2 മില്യൺ പുട്ട് റേറ്റിംഗ് ആഡായിട്ട് കാണുന്നുണ്ട്. പക്ഷേ OA
കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നമ്മൾ OA വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് എവിടെയും കാണുന്നില്ല. ഇനിയിപ്പോൾ നാളെ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും സപ്പോർട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ എനിക്ക് OA ഡാറ്റ നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് ഇത്രേ കാണുന്നുള്ളൂ. നമുക്കിനി ഗാമ എക്സ്പോഷറിൻ്റെ ചാർട്ട് നോക്കിയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പം ഗാമ എക്സ്പോഷറിൽ നോക്കുമ്പോഴത്തേക്കും 25,000 ആണ് ഒരു സപ്പോർട്ടായിട്ട് കാണുന്നത്. 25,500 റെസിസ്റ്റൻസും. ഇതിൻ്റെ ഇടയിലുള്ള സ്ട്രൈക്കിലൊന്നും കാര്യമായിട്ട് ഗാമ ഡെൻസിറ്റി കാണുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ 500 പോയിൻ്റ് തന്നെ ആയിരിക്കും മാർക്കറ്റ് കടന്ന് കളിക്കുന്നത്. 25,000 തൊട്ട് 25,550 വരെ. അപ്പം ഭയങ്കര വോളറ്റൈലിറ്റി ഉണ്ടാവും. നമുക്ക് ഇന്ത്യ വിക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഓപ്ഷൻ ബയേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അനാലിസിൽ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം, വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.